എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു എഡിബിൾ ഗ്ലിറ്ററാണ് ചെയ്തെടുക്കുന്നത്. ഇത് നമ്മൾ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനും അതുപോലെ പുൾമിയപ്പ് കേക്കിലെ ഡോൾ കേക്ക് ചെയ്യുമ്പോൾ ഡിസൈനായിട്ട് കൊടുക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ്. അതുപോലെ ഇത് വെച്ചിട്ട് കേക്ക് പോപ്സ് ഒക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതെങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കിയാലോ? അതിനായിട്ട് ആവശ്യമായിട്ടുള്ളത് ജെലാറ്റിൻ ആണ്. ഞാൻ അൺഫ്ലേവേർഡ് ജെലാറ്റിൻ ആണ് എടുത്തിട്ടുള്ളത്. ഇത് വെജിറ്റേറിയൻ്റെ ജെലാറ്റിൻ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊരു 3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 9 ടീസ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. 1:3 എന്നുള്ള റേഷ്യോയിലായിരിക്കണം നമ്മൾ ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ജെലാറ്റിന് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ചൂട് വെള്ളത്തിലേക്ക് ഈ പാത്രം ഇറക്കി വെക്കുകയോ അല്ലെങ്കിൽ ഡബിൾ ബോയിൽ മെത്തേഡ് ഉപയോഗിച്ച് ഇത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കുകയോ ചെയ്യാം. ജെലാറ്റിൻ നന്നായിട്ടൊന്ന് ഉരുക്കി കിട്ടണം എന്നേ ഉള്ളൂ. അപ്പം ഞാനിത് ചൂടുവെള്ളത്തിലേക്ക് ഇറക്കി വെച്ചിട്ടാണ് ഉരുക്കിയെടുക്കുന്നത്. ഇനി ഞാൻ 2 കളർ ഇതിലിപ്പോൾ ചെയ്തെടുക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ അതിനായിട്ട് ബ്ലൂവും റെഡും ആണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ലിക്വിഡ് കളറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ജെൽ കളർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇഷ്ടമുള്ള കളർ അനുസരിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഉരുക്കി വന്ന ജെലാറ്റിൻ ഞാൻ ഈ 2 ബൗളിലേക്ക് ഈക്വലായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നന്നായിട്ട് ഒരു ഉരുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഇരിക്കും തോറും പെട്ടെന്ന് തന്നെ ഇത് കട്ടി പിടിച്ച് പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കിതിനെ ഒന്ന് ഷീറ്റിലേക്ക് മാറ്റി കൊടുക്കണം. അപ്പോൾ ഇത് രണ്ടും ഞാൻ നന്നായിട്ടൊന്ന് കളറൊക്കെ മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതൊന്ന് ഒഴിച്ചെടുക്കാനായിട്ട് ഞാൻ സാധാരണ ഒരു പ്ലെയിൻ പ്ലാസ്റ്റിക് ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം കട്ടിയുള്ള പ്ലാസ്റ്റിക് ഷീറ്റ് ആണെങ്കിൽ നല്ല ലെവലിൽ തന്നെ കിട്ടും. ഇതിപ്പോൾ നൈസായിട്ടുള്ള പ്ലാസ്റ്റിക് ഷീറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ പുൾമിയപ്പ് കേക്ക് ചെയ്യുന്ന ഷീറ്റ് ഉണ്ടെങ്കിൽ അതിലും ആക്കി കൊടുക്കാം. ഇനി ഇത് നമുക്ക് ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇടയ്ക്കൊക്കെ വിട്ടുപോയാലും പ്രശ്നമില്ല. നന്നായിട്ടൊന്ന് ഒരു ബ്രഷ് ഉപയോഗിച്ച് ഇതുപോലെ എല്ലായിടം ഒന്ന് ആക്കി കൊടുക്കാം. ഇത് ഉണങ്ങി കഴിയുമ്പോൾ നന്നായിട്ട് പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ വെയിലത്ത് വെച്ചിട്ടാണ് ഉണക്കി എടുത്തിട്ടുള്ളത്. ഒരു 6 മണിക്കൂർ ഇരുന്നപ്പോഴത്തേക്കും നന്നായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് കട്ടിയായിട്ട് ഇളകി വരുന്നുണ്ട്. ഇപ്പോൾ റൂം ടെമ്പറേച്ചറിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 24 മണിക്കൂറൊക്കെ എടുക്കും ഇത് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമ്മൾ പ്ലാസ്റ്റിക് ഷീറ്റിൽ നിന്ന് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും അതുപോലെ തന്നെ എല്ലാം ഞാനൊന്ന് ഇളക്കി എടുക്കുകയാണ്. ഇതിൽ ഏറ്റവും വലിയ മിസ്റ്റേക്ക് നമ്മൾ പൊടിച്ചെടുക്കുന്ന സമയത്ത് ഏതെങ്കിലും ഷീറ്റിൽ ഒരു അല്പം നനവുണ്ടെങ്കിൽ പോലും എല്ലാം കൂടി ഒട്ടിപ്പിടിച്ച് പോകും. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇത് പൊടിച്ചെടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഞാൻ റെഡ് ചെയ്തെടുത്തപ്പോൾ അതിൽ ചെറുതായിട്ട് നനവുണ്ടായിരുന്നു. അത് കാരണം പൊടിച്ചപ്പോൾ എനിക്ക് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ച് കിട്ടിയില്ല. പക്ഷേ എനിക്ക് ബ്ലൂ പൊടിച്ചെടുത്തപ്പോൾ നല്ല പോലെ പൊടിച്ച് കിട്ടി. കാരണം അതിലൊട്ടും തന്നെ നനവുണ്ടായിരുന്നില്ല. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പറ്റുന്നത്ര ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്സിയിൽ കുരുങ്ങി പോവാതെ തന്നെ നമുക്കിത് പൊടിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അല്പം നനവുള്ളത് കൊണ്ട് എനിക്ക് നല്ല ഫൈനായിട്ട് ഇത് പൊടിച്ചെടുക്കാൻ പറ്റിയില്ല. ഇനി ഇത് നമുക്ക് ഒന്നുകൂടി ഡ്രൈ ആക്കിയിട്ട് ഒന്നുകൂടി പൊടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഞാൻ ബ്ലൂവും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാം. മിക്സിയിൽ ഒട്ടും തന്നെ നനവുണ്ടായിരിക്കാൻ പാടില്ല, എങ്കിൽ എല്ലാം കൂടി അങ്ങ് കട്ടി പിടിച്ച് പോവും. അതുകൊണ്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ട് തുടച്ചെടുത്തതിന് ശേഷം ഇത് പൊടിച്ചെടുക്കാൻ പാടുള്ളൂ. ഇത് രണ്ടുമാണ് എനിക്ക് പറ്റിയ മിസ്റ്റേക്ക്. ഞാൻ ഒന്നുകൂടി ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം ഒന്നുകൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് റെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ തരിയൊന്നും ഇല്ലാതെ തന്നെ കിട്ടി. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ.